കഴിഞ്ഞ 30 വർഷമായി കൊല്ലത്തെ UDF പ്രവർത്തകർ ആഗ്രഹിച്ചിരുന്ന ഒരു നിമിഷമാണ്. ഇടതുകോട്ട എന്നുള്ള ആ ആലങ്കാരിക പദവി ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു. 27 സീറ്റുകളാണ് കൊല്ലം കോർപ്പറേഷനിൽ UDF നേടിയത്. അതിൽ 22 സീറ്റുകൾ, നേരത്തെ 6 സീറ്റുകളായിരുന്നെങ്കിൽ ഇന്ന് 22 സീറ്റിലേക്ക് കോൺഗ്രസ് ഉയർന്നിരിക്കുന്നു. RSP 3 സീറ്റുകൾ വിജയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് 2 സീറ്റുകൾ വിജയിച്ച് അങ്ങനെ 27 സീറ്റുകൾ കേവല ഭൂരിപക്ഷം നേടാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഭരണത്തിലേക്ക് എത്താൻ UDFന് സാധിക്കുന്നു എന്നുള്ളതാണ് കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. എല്ലാ പ്രധാനപ്പെട്ട LDF സ്ഥാനാർത്ഥികളും പ്രത്യേകിച്ച് CPMന്റെ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ്. കൊല്ലത്ത് മുൻ മേയറായിരുന്ന രാജേന്ദ്ര ബാബു, അതുപോലെ തന്നെ നിലവിലെ മേയറായിരുന്ന CPIയിലെ ഹണി ബെഞ്ചമിൻ, അങ്ങനെ അടക്കം മുൻ ഡെപ്യൂട്ടി മേയർ അടക്കം മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന CPM ജില്ലാ സെക്രട്ടറി അംഗമായിട്ടുള്ള VK അനിരുദ്ധനടക്കമുള്ള ആൾക്കാർ ദയനീയമായി പരാജയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. കോർപ്പറേഷനിലെ എടുത്തു പറയേണ്ടത് BJPയുടെ മുന്നേറ്റമാണ്. 6-ൽ നിന്ന് 12 സീറ്റിലേക്ക് അവരുടെ ഒരു ശക്തി ഉയർത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ സ്വർണ്ണപ്പാളി വിഷയം അടക്കമുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ കൊല്ലം കോർപ്പറേഷനിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായി അവരുടെ കോട്ട UDFും BJPയും ചേർന്ന് തകർത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ 27 സീറ്റുണ്ട്. നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വിജയം തന്നെയാണ്. അത് ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ ഒരു പ്രതികരണം ആണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ കേവല ഭൂരിപക്ഷത്തിലേക്ക് ഒരു സീറ്റിൻ്റെ കുറവ് മാത്രമാണല്ലോ ഉള്ളത്. സ്വാഭാവികമായിട്ടും ആർക്കും മനസ്സിലാകും. ജനാധിപത്യ രീതിയിൽ വരുമ്പോൾ 27 സീറ്റ് എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് പോലും അയലത്ത് പോലും എത്താൻ LDFനും BJPക്കും ഒന്നും കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ ഭരണത്തിൽ വരും, UDF തന്നെ ഭരിക്കും എന്നുള്ളതിനൊരു സംശയവും വേണ്ട. കോർപ്പറേഷനിൽ മാത്രമല്ല, ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും എല്ലാം വലിയ തിരിച്ചടി ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വന്നു. കഴിഞ്ഞ തവണ 45 സ്ഥലത്ത് ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണമുണ്ടായിരുന്നെങ്കിൽ അത് 34ലേക്ക് ചുരുങ്ങി. തിരിച്ച് UDFന്റെ സീറ്റ് നില പഞ്ചായത്തുകളുടെ എണ്ണം 34ലേക്ക് ഉയരുകയും ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 7 ബ്ലോക്ക് പഞ്ചായത്തുകൾ മാത്രമാണ് LDFന് ഭരിക്കാനാകുന്നത്. 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് UDFന്റെ നില ഉയരുന്നു. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നാൽ ജില്ലാ പഞ്ചായത്തിൽ വൻ തിരിച്ചടിയാണ് LDFന് നേരിടേണ്ടി വന്നത്. കഴിഞ്ഞ തവണ 26-ൽ 23 ജയിച്ചുവെങ്കിൽ ഇത്തവണ 27-ൽ 17 മാത്രമാണ് ജയിക്കാൻ സാധിച്ചത്. പല സമയങ്ങളിലും സംസ്ഥാന വിഷയങ്ങളും പ്രാദേശികമായിട്ടുള്ള ആഭ്യന്തര വിഷയങ്ങളുമാണ് LDFനെ കൊല്ലത്ത് നിലംപരിശാക്കിയത്. ക്യാമറമാൻ ഷാനവാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.